ഹായ്, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ കാണിക്കുന്നത് പ്രിയങ്കയാണ്. പ്രിയങ്ക കല്യാണി ബ്രാൻഡ് അംബാസഡർ ആകുന്ന വാർത്ത പത്രത്തിൽ വന്നത് വായിക്കുകയാണ്. കൂടെ ഗംഗയും വിലാസിനിയും ഉണ്ട്. പ്രിയങ്ക വായിക്കുകയാണ്, കല്യാണി വീണ്ടും ബ്രാൻഡ് അംബാസഡർ. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസഡറായി വീണ്ടും കല്യാണിയെ നിയമിച്ചു. ഇത് രണ്ടാം തവണയാണ് കല്യാണി ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയാകുന്നത്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെയും ശിവരാമകൃഷ്ണന്റെയും മൂത്തപുത്രൻ ആനന്ദകൃഷ്ണന്റെ ഭാര്യയാണ് കല്യാണി. ഇത് വായിച്ച ശേഷം വളരെയധികം ദേഷ്യത്തോടെ പത്രം ചുരുട്ടിക്കൂട്ടി എറിയുകയാണ് പ്രിയങ്ക. പ്രിയങ്ക ചോദിക്കുകയാണ്, കണ്ടില്ലേ നീ പത്രവാർത്ത വായിച്ചില്ലേ? അവള് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് കാര്യങ്ങളൊക്കെ പോവുകയാണ്. തൃച്ചംബരം കുടുംബം ഇപ്പോൾ അവളുടെ വരുതിയിലാണ്. അഖില വരെ അവളെ ഉള്ളുകൊണ്ട് അംഗീകരിച്ചതിന്റെ തെളിവല്ലേ ഇതൊക്കെ? ഓരോന്നോരോന്നായി ആ അടുക്കളക്കാരി പിടിച്ചടക്കുകയാണ്. ഇപ്പോൾ ബ്രാൻഡ് അംബാസഡർ ക്രമേണ അവൾ ചെന്നെത്തുന്നത് തൃച്ചംബരത്തിന്റെ സിംഹാസനത്തിലേക്കായിരിക്കും. ഞാൻ മഞ്ഞും വെയിലും കൊണ്ടതൊക്കെ മിച്ചം. എന്റെ സ്വപ്നം മലക്കൊടിക്കാരന്റെ സ്വപ്നം പോലെ ആയി. എന്റെയും നിന്റെയും കഷ്ടകാലത്തിന്റെ ആരംഭം കൂടിയാണ് ഇത്. അഖില നമ്മുടെ മുൻപിൽ വെച്ചൊക്കെ അവളോട് വൈരാഗ്യം കാണിക്കും. പക്ഷെ ഇന്ന് അഖില മനസ്സുകൊണ്ട് അവളെ മൂത്ത മരുമകളായി അംഗീകരിച്ചു കഴിഞ്ഞു. അതാണ് അതിന്റെ സത്യം. അല്ലെങ്കിലും ആനന്ദ് അതിബുദ്ധിമാനല്ലേ? ശിവരാമേട്ടനും അരവിന്ദും എന്തിന് നന്ദന വരെ അവന്റെ കൂടെയാണ്. അങ്ങനെ വരുമ്പോൾ അവർ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ഒരു പ്രയാസവും ഇല്ല. നിങ്ങൾ അറിഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ. ഏതോ കനേഡിയൻ കമ്പനി ഗുഡ് ഹോപ്പ് ഇന്റർനാഷണൽ അവരുടെ മുൻപിലാണ് കല്യാണിയെ കൊണ്ട് പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നത്. 2500 കോടിയാണ് അതിന്റെ ബഡ്ജറ്റ്. ചില്ലറ കളി വല്ലതുമാണോ? അതൊന്ന് പാസ്സായാൽ ഈ കല്യാണി പിന്നെ ആരാണ്? മറ്റൊരു അഖിലാണ്ടേശ്വരി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് വിലാസിനി. അന്നേരം ഗംഗ ലാപ്ടോപ്പ് പ്രിയങ്കയുടെ നേരെ നീട്ടിക്കൊണ്ട് പറയുകയാണ്, ദേ നോക്ക്, ഇതാണ് ആ ഇന്റർനാഷണൽ കമ്പനി. വിലാസിനി ആന്റി പറയുന്നത് പോലെ ഇവരുമായി അസോസിയേറ്റ് ചെയ്യുന്നത് വളരെ ചെറിയൊരു കാര്യമൊന്നും അല്ല. ഒരു രാജീവ് വെങ്കടേഷ്, അതാണ് ഇന്ത്യൻ ചാപ്റ്റർ സിയിലെ സിഇഒ. അയാളുടെ ഫോട്ടോ ലാപ്ടോപ്പിൽ എടുത്തിട്ട് ഗംഗ പറയുകയാണ്, ഇതാണ് രാജീവ് വെങ്കടേഷ്. ഗംഗ പറയുകയാണ്, ഇയാള് ബോംബെക്കാരനാണ്. കേരളത്തിൽ വന്ന സ്ഥിതിക്ക് കേരളം മൊത്തം വിസിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. വിലാസിനി പറയുകയാണ്, എന്നാ പിന്നെ എന്റെ ഗംഗെ എത്രയും പെട്ടെന്ന് ഇയാളെ തന്നെ ഒന്ന് മുട്ടാൻ നോക്ക്, സ്വാധീനിച്ച് കയ്യിലെടുക്കാൻ നോക്ക്. നിങ്ങളൊക്കെ ബിസിനസ്സുകാരല്ലേ, അതിന്റെ തന്ത്രമൊക്കെ ഞാൻ പറഞ്ഞു തരണോ? പ്രിയങ്കയെ തട്ടി വിളിച്ചുകൊണ്ട് വിലാസിനി പറയുകയാണ്, ദേ ഈ പ്രോജക്റ്റ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക് പോകാതെ നിങ്ങൾ തന്നെ തട്ടിയെടുക്കാൻ നോക്ക്. നേരം ശ്രീനി പറയുകയാണ്, ഈ ന്യൂസ് ഞാൻ അറിഞ്ഞതാണ്. ഈ പ്രോജക്റ്റിന് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാത്രമല്ല ശ്രമിക്കുന്നത്. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും തെലങ്കാനയിലെയും കേരളത്തിലെയും പ്രമുഖ കമ്പനികൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വിലാസിനി പറയുകയാണ്, എന്നാൽ പിന്നെ ഒട്ടും വൈകാതെ അയാളെ കണ്ടുപിടിച്ച് സ്വാധീനിക്കാൻ നോക്ക് പ്രിയങ്കെ. ശ്രീനി പറയുകയാണ്, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ രാജീവ് വെങ്കടേഷിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അയാൾ അങ്ങനെ സ്വാധീന വലയത്തിൽ ഉൾപ്പെടുന്ന ആളൊന്നും അല്ല. പണം കൊണ്ട് അയാളെ സ്വാധീനിക്കാൻ കഴിയില്ല. കാരണം പണത്തിനൊന്നും അയാൾക്ക് യാതൊരു വിലയും ഇല്ല. മദ്യത്തിലോ മയക്കുമരുന്നിലോ ഒന്നും അയാൾ വീഴുകയും ഇല്ല. ഉറച്ച നിലപാടുകളുള്ള ആളാണ് രാജീവ് വെങ്കടേഷ്. ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് പ്രിയങ്ക. പ്രിയങ്ക പറയുകയാണ്, രാജീവ് വെങ്കടേഷ് ജന്മം കൊണ്ട് തമിഴൻ, തിരുനെൽവേലിക്കാരൻ, കർമ്മം കൊണ്ട് ബോംബെക്കാരൻ, ആരെയും വശീകരിക്കുന്ന സ്വഭാവ സവിശേഷത ഉള്ളവൻ, ഇവിടെ പ്രത്യക്ഷപ്പെട്ടാലും രാജകീയ പ്രൗഢി ഉള്ളവൻ. ഇത് കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് വിലാസിനിയും ഗംഗയും ശ്രീനിയും. അന്നേരം പ്രിയങ്ക പറയുകയാണ്, പ്രൊഫഷണൽ കോളേജിൽ MBAക്ക് എന്റെ സീനിയർ. ഇത് കേട്ട് അന്നേരം സന്തോഷിക്കുകയാണ് വിലാസിനിയും ഗംഗയും ശ്രീനിയും. അയ്യോ പ്രിയങ്ക എന്ന് സന്തോഷത്തോടെ വിളിക്കുകയാണ് വിലാസിനി. പ്രിയങ്ക പറയുകയാണ്, പണം കൊണ്ടും മദ്യം കൊണ്ടും ഒരുപക്ഷെ അയാളെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് ശ്രീയേട്ടൻ പറഞ്ഞത് ശരിയായിരിക്കാം. ബലഹീനതകളില്ലാത്ത മനുഷ്യജന്മങ്ങൾ ഇല്ല. അനുഷ്ഠിച്ച ശ്രേഷ്ഠ താപസന്മാർ പോലും സോമരസ ചഷകങ്ങളിൽ നിന്നും സുരപാനം ചെയ്ത് മയങ്ങി വീണിട്ടുണ്ട്. ഒരു ദുർബലതകളിലും അടിപതറാത്ത വിശ്വാമിത്ര എന്ന മഹാമുനി ഒരു സുരലോക സുന്ദരിയുടെ കടക്കണ്ണിൽ മയങ്ങി വീണു. മേനക കാൽച്ചിലമ്പണിഞ്ഞ് നൃത്തം ചെയ്തപ്പോൾ തപസ്സിൽ നിന്നും ഉണർന്ന മഹർഷി അവളോടൊപ്പം സഹശയനം ചെയ്തു. രാജീവ് വെങ്കടേഷ് മഹാമേരു പോലത്തെ ഏതുഗ്ര താപസനും ആയിക്കോട്ടെ, ഒരു പെണ്ണിന്റെ കടക്കണ്ണു മതി കത്തിയമരാൻ. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരമാണ്. അവിടെ ഹാൾ ബലൂണും റിബണും എല്ലാം കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഫ്രണ്ടിലൊരു കേക്കും വെച്ചിട്ടുണ്ട്. അവിടെ ആനന്ദും അരവിന്ദും നന്ദനയും കല്യാണിയും സുജാതയും എല്ലാം നിൽക്കുകയാണ്. അന്നേരം വിലാസിനി താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇതൊക്കെ കണ്ടിട്ട് മനസ്സിൽ പറയുകയാണ്, ഉത്സവം പോലെ ആഘോഷിച്ചോ. അവളൊരു ബ്രാൻഡ് അംബാസിഡർ. പുകച്ചു ചാടിച്ചാലും പിന്നെയും കേറി വരുമല്ലോ നാശം. ഈ സന്തോഷത്തിനൊന്നും അധികം ആയുസുണ്ടാവില്ല. നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വിലാസിനി. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ചോദിക്കുകയാണ്, ഇവിടെന്താ പിറന്നാൾ ആഘോഷമാണോ? നന്ദന പറയുകയാണ്, ഇവിടെ പിറന്നാൾ ആഘോഷമൊന്നും അല്ല. കല്യാണി ബ്രാൻഡ് അംബാസിഡർ ആയതിന്റെ കേക്ക് മുറിച്ചുള്ള ആഘോഷമാണ്.
ഓ അങ്ങനെ എന്ന് പറഞ്ഞ് ചുറ്റുമൊക്കെ നോക്കുകയാണ് വിലാസിനെ. അന്നേരം വാതിൽ തുറന്ന് അഖിലയും ശിവരാമകൃഷ്ണനും അവിടേക്ക് എത്തുകയാണ്. അതൊക്കെ കണ്ട് ആശ്ചര്യത്തോടെ നോക്കുകയാണ് അഖിലയും ശിവരാമകൃഷ്ണനും. കണ്ടപ്പോൾ അരവിന്ദ് പറയുകയാണ്, ദേ അമ്മയും അച്ഛനും വരുന്നുണ്ട്, അപ്പൊ തുടങ്ങാം അല്ലേ? കേക്കൊക്കെ നോക്കിയിട്ട് അഖില ചോദിക്കുകയാണ്, എന്താ ഇതൊക്കെ? അരവിന്ദ് പറയുകയാണ്, അതമ്മേ കല്യാണി വീണ്ടും ബ്രാൻഡ് അംബാസിഡർ ആയതിന്റെ സന്തോഷത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്തതാണ്. അതുകൊണ്ട് ഈ കേക്ക് ഒന്നമ്മ കട്ട് ചെയ്യണം. അന്നേരം ശിവരാമകൃഷ്ണൻ ചിരിക്കുകയാണ്. പക്ഷെ അഖില ചോദിക്കുകയാണ്, എന്തിന്? അത് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മുഖം മങ്ങുകയാണ്. എന്നിട്ട് അഖില പറയുകയാണ്, ക്ഷണിക്കപ്പെടാത്ത സദസ്സിൽ അതിഥിയാവുന്ന സ്വഭാവം എനിക്കില്ല. കേക്ക് ഞാൻ കട്ട് ചെയ്യില്ല. ഈ കേക്ക് കട്ട് ചെയ്യേണ്ടത് ഞാനല്ല. ബ്രാൻഡ് അംബാസിഡർ ആയതിന്റെ സന്തോഷം ആർക്കാണോ ഉണ്ടായിരിക്കുന്നത് അവർ തന്നെയാണ് ഈ കേക്ക് കട്ട് ചെയ്യേണ്ടത്. മാത്രമല്ല ഇത് വെറും ഒരു സന്തോഷത്തിന്റെ നിമിഷം അല്ല, പിടിച്ചു വാങ്ങിയ വിജയത്തിന്റെ ആഘോഷമാണ്. ആ വിജയം ആഘോഷിക്കേണ്ടത് ഞാനല്ലല്ലോ, വിജയിച്ചവരല്ലേ, ഞാൻ കീഴടങ്ങിയ വ്യക്തിയല്ലേ. പിറന്നാൾ ആഘോഷം നടത്തിയാലും ആ പിറന്നാളുകാരിയോ പിറന്നാളുകാരനോ ആണ് കേക്ക് കട്ട് ചെയ്യേണ്ടത്. അതല്ലേ അതിന്റെ ഒരു രീതി, അതാണ് അതിന്റെ ശരിയും. അന്നേരം ശിവരാമകൃഷ്ണൻ പറയുകയാണ്, അഖില പറഞ്ഞതാണ് അതിന്റെ ശരി. കേക്ക് കട്ട് ചെയ്യേണ്ടത് കല്യാണിയാണ്. കല്യാണി കേക്ക് കട്ട് ചെയ്യുന്ന നന്ദന പറയുകയാണ്. എന്നാ പിന്നെ കല്യാണി കട്ട് ചെയ്തോളൂ എന്ന് അരവിന്ദും പറയുന്നു. പുറകോട്ട് മാറി നിൽക്കുകയാണ് അഖില. അന്നേരം സന്തോഷത്തോടുകൂടി കേക്ക് കട്ട് ചെയ്യുകയാണ് കല്യാണി. എല്ലാവരും കൈയടിക്കുമ്പോൾ അഖില മാത്രം കൈയടിക്കാതെ നിൽക്കുകയാണ്. അരവിന്ദ് കല്യാണിയോട് പറയുകയാണ്, അതെ കല്യാണി, ആദ്യത്തെ പീസ് കട്ട് ചെയ്തിട്ട് അമ്മയ്ക്ക്. കല്യാണി ഒരു പീസ് എടുത്ത് അഖിലയ്ക്ക് നേരെ നീട്ടുകയാണ്. അഖില പറയുകയാണ്, വേണ്ട, ഞാനിത് കഴിക്കില്ല. ഞാൻ ഈ മധുരം നുണയാൻ പാടില്ല. ഞാനത് ചെയ്യില്ല. ഞാൻ മധുരം നുണയുന്നത് ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തീകരിച്ച് നീ അതിൽ വിജയം കൈവരിക്കുമ്പോഴാണ്. അപ്പോഴേ ഞാനിത് കഴിക്കൂ. ഇതിപ്പോൾ വിജയം ആയിട്ടില്ല. ഞാൻ ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് നീ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇത് നിങ്ങൾ സംഘടിപ്പിച്ച ഒരു വിജയാഘോഷം, പക്ഷേ അത് കമ്പനിയുടെ വിജയാഘോഷം അല്ല. ഈ ആഘോഷം നിങ്ങളുടേത് മാത്രമാണ്, എന്റേതല്ല. തൃച്ചംബരത്തിന്റേതും അല്ല. പിന്നെ കേക്ക് മുറിച്ച സ്ഥിതിക്ക് അത് നിന്റെ ഭർത്താവിന് കൊടുക്കാം. മറ്റുള്ളവർ സ്വീകരിക്കുമെങ്കിൽ അവർക്കും കൊടുക്കാം. ശിവരാമകൃഷ്ണൻ പറയുകയാണ്, കല്യാണി ആദ്യത്തെ പീസ് ആനന്ദിന് കൊടുക്ക്, എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും താ. ശരിയെന്ന് പറഞ്ഞ കല്യാണി കേക്ക് ആനന്ദ് നേരെ നീട്ടുമ്പോൾ ആനന്ദ് അതിൽ നിന്നും ഒരു കഷ്ണമെടുത്ത് കല്യാണിയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. ശിവരാമകൃഷ്ണന് കേക്ക് കൊടുക്കുമ്പോൾ ശിവരാമകൃഷ്ണൻ പറയുന്നു, ഷുഗർ ആണ്. അപ്പോൾ അരവിന്ദ് പറയുന്നു, അച്ഛൻ കുറച്ച് കഴിച്ചാൽ മതി. ശിവരാമകൃഷ്ണൻ പറയുന്നു, എങ്കിൽ കുഴപ്പമില്ല. പിന്നീട് കല്യാണി കേക്ക് എല്ലാവർക്കും കൊടുക്കുകയാണ്. വിലാസിനിക്ക് കേക്ക് കൊടുക്കുമ്പോൾ വിലാസിനി പറയുകയാണ്, ഞാൻ പണ്ടേ കണ്ടവരുടെ കേക്കൊന്നും വാങ്ങിച്ച് കഴിക്കാറില്ല. അതിനുശേഷം അഖില അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ ആനന്ദ് പറയുകയാണ്, അമ്മ ഒന്ന് നിന്നേ. ഇനി എന്താ നിനക്ക് വേണ്ടത്? അമ്മയോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അമ്മ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ കാര്യങ്ങളെല്ലാം നീക്കിയിട്ടുണ്ട്. ഗുഡ് ഹോപ്പ് ഇന്റർനാഷണൽ കമ്പനിക്ക് മെയിൽ അയക്കുകയും പിന്നെ അവരെ നേരിൽ കണ്ട് ഈ 2500 കോടി രൂപയുടെ പ്രോജക്റ്റ് അവതരിപ്പിക്കുകയും ചെയ്യും. കല്യാണി തന്നെയാണ് ഈ പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നത്. അവൾ അതിലെ വിജയം നേടുകയും ചെയ്യും. നാളെ തന്നെ ഇതിന്റെ പ്രസന്റേഷന് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുകയാണ്. അവൾ അതിന് പോകും. ഇനി പറയുന്നത് അമ്മ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊരു ബിസിനസ് ആണ്. ബിസിനസ് ആകുമ്പോൾ എല്ലാം ബിസിനസ് വ്യവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ബിസിനസ് പ്രോജക്റ്റ് അവതരിപ്പിച്ച് വിജയം നേടുന്നത് കല്യാണിയല്ലേ? കല്യാണി വരും ബ്രാൻഡ് അംബാസിഡർ മാത്രമാണ്, ഡയറക്ട് ബോർഡ് മെമ്പർ ഒന്നും അല്ല. കല്യാണി ഈ പ്രോജക്റ്റിൽ വിജയം കൈവരിക്കുമ്പോൾ അവൾക്കും അതിന്റെ ലാഭവിഹിതം കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ലാഭവിഹിതത്തിന്റെ 50% അവൾക്ക് കൊടുക്കാൻ അമ്മ തയ്യാറാണോ? കേട്ട് ഒന്ന് അമ്പരക്കുകയാണ് അഖിലാണ്ടേശ്വരി. അതിനമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ കല്യാണി ഈ ദൗത്യം ഏറ്റെടുക്കുകയുള്ളൂ. നാസിനി പറയുകയാണ്, കണ്ടോ ഇവളുടെയും ഇവന്റെയും മനസ്സിലിരിപ്പ് പുറത്തു വരുന്നത്. അയ്യോ എന്റെ ചേച്ചിക്ക് ഇനിയും മനസ്സിലാകുന്നില്ലേ ഇവരുടെ തന്ത്രമൊക്കെ. ചേച്ചിയുടെ സന്മനസ് കൊണ്ട് പിന്നെയും ഇവളെ ബ്രാൻഡ് അംബാസിഡർ ആക്കി. കയ്യിൽ കിട്ടിയ ഉടനെ എത്ര പെട്ടെന്നാണ് പ്ലേറ്റ് തിരിച്ചു വച്ചത്. ഇതാ പറഞ്ഞത് നനഞ്ഞിടം കുഴിക്കുന്ന പരിപാടി എന്നത്. ഇളയമ്മ എന്ന് വിളിച്ചിട്ട് അരവിന്ദ് പറയുകയാണ്, ഇളയമ്മ ഒന്നടങ്ങ്. അല്ല ബ്രോ പറഞ്ഞതിൽ ഇപ്പോൾ എന്താണ് തെറ്റ്? ഇവിടെ എല്ലാവരും ബിസിനസ്സുകാരാണ്. അച്ഛനും അമ്മയും ബ്രോയും ഞാനും നന്ദനയും ഒക്കെ ബിസിനസ്സുകാരാണ്. ഇളയമ്മേ, ജോലി ചെയ്തവർക്ക് അതിന്റെ കൂലി കൊടുത്തല്ലേ പറ്റൂ. ആണല്ലോ അതിന്റെ നീതിയും ന്യായവും ഒക്കെ. ഇപ്പോ എന്താണ് പറയുക? ഒരു വാടക വീട് എടുക്കണമെങ്കിൽ അതിന് ഇടനില നിന്ന ബ്രോക്കർക്ക് നമ്മൾ അതിന്റെ കമ്മീഷൻ കൊടുക്കില്ലേ? കൊടുക്കണം. അതുപോലെ ബ്രോ പറഞ്ഞത് ന്യായമാണെന്നാണ് എന്റെയും അഭിപ്രായം. അതുകൊണ്ട് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളിത് കൊടുത്തേ പറ്റൂ. നമ്മളിപ്പോ പലർക്കും കൊടുക്കുന്നില്ലേ? പല ഏജൻസികൾക്കും നമ്മളിത് കൊടുക്കുന്നതല്ലേ? അന്നേരം നാരായണൻ പറയുകയാണ്, കൊടുക്കാറൊക്കെ ഉണ്ട്, പക്ഷേ കുടുംബാംഗങ്ങൾ തന്നെ കമ്മീഷൻ ചോദിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അങ്കിൾ എന്ന് പറഞ്ഞ് അരവിന്ദ് നാരായണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, അങ്കിളെ, ഇതൊരു ബിസിനസ് ആണല്ലോ, കുടുംബാംഗങ്ങള് വേറെ. അതിപ്പോ കുടുംബാംഗം ആണെങ്കിലും കല്യാണി ഡയറക്ടർ ബോർഡിൽ ഇല്ലല്ലോ. അതാണ് ബ്രോ ഇങ്ങനെ ഒരു വ്യവസ്ഥ വച്ചത്. അത് ന്യായമാണല്ലോ.
ശരിയല്ലേ അങ്കിളെ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അരവിന്ദ്. ചേച്ചി എന്ന് വീണ്ടും വിളിക്കുമ്പോൾ അരവിന്ദ് പറയാണ്, ഇളയമ്മേ ഇളയമ്മ ഒന്ന് അടങ്ങിളയമ്മേ. അതെ, ഇവിടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, അവർ സംസാരിച്ചോളും. ശിവരാമകൃഷ്ണൻ പറയുകയാണ്, ഇപ്പോൾ ബിസിനസ്സിൽ ഇതുപോലെ ലാഭവിഹിതം ചോദിക്കുന്നതും കൊടുക്കുന്നതും സർവ്വസാധാരണമാണ്. എന്റെ അനുജൻ വരെ UAE പോയി പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ലാഭവിഹിതത്തിൽ ഒരു ഷെയർ എല്ലാവർക്കും കിട്ടുന്നുമുണ്ട്, കൊടുക്കുന്നുമുണ്ട്. ലാഭവിഹിതം കല്യാണിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞതിൽ അപാകതയൊന്നും ഇല്ല. പക്ഷെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം അഖിലയുടേതാണ്. അഖില പറയട്ടെ എന്ന് പറയുകയാണ് ശിവരാമകൃഷ്ണൻ. വിലാസിനി പറയുകയാണ്, ചേച്ചി എന്തു പറയാനാണ്, ഇവളും ഇവനും കൂടി ഈ തൃച്ചംബരം നശിപ്പിക്കും എന്ന് പറഞ്ഞു തീർക്കുന്നതിനു മുമ്പേ അഖിലാണ്ടേശ്വരി പറയുകയാണ്, ഷട്ടപ്പ്, മിണ്ടിപ്പോകരുതെന്ന് അലർച്ചയോടെ ഉച്ചത്തിൽ പറയുകയാണ് അഖില. എന്നിട്ട് അഖില പറയുകയാണ്, ഈ പറഞ്ഞ വ്യവസ്ഥകൾ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, എനിക്ക് സമ്മതമാണ്. അത് കേട്ട് സന്തോഷിക്കുകയാണ് ആനന്ദ്. അഖില പറയുകയാണ്, ആ കനേഡിയൻ കമ്പനിയുടെ 2500 കോടി രൂപയുടെ പുതിയ പ്രോജക്റ്റ് നമുക്ക് കിട്ടിയാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. മറ്റു പ്രോജക്ട്സ് ഒക്കെ താനേ വന്നോളും. അതുകൊണ്ട് ആനന്ദ് പറഞ്ഞ ഈ കണ്ടീഷൻസ് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. പക്ഷെ ഞാൻ വയ്ക്കുന്ന മറ്റൊരു വ്യവസ്ഥ നിങ്ങളും അംഗീകരിക്കണം. ഗുഡ് ഹോപ്പ് ഇന്റർനാഷണൽ കമ്പനിയുമായുള്ള ഈ ഡീൽ 3 ദിവസത്തിനകം ഉറപ്പിച്ചിരിക്കണം. പ്രോജക്ട് സൈൻ ചെയ്ത് എന്നെ കാണിച്ചിരിക്കണം. അഥവാ 3 ദിവസത്തിനകം ഈ പ്രോജക്ട് നടന്നില്ലെങ്കിൽ, ഇത് ക്യാൻസൽ ആയാൽ അന്നേ ദിവസം കല്യാണി എന്നേക്കുമായി തൃച്ചംബരത്തു നിന്നും ഇറങ്ങിയിരിക്കണം. അത് കേട്ട് ഒരുപോലെ ഞെട്ടുകയാണ് ആനന്ദും കല്യാണി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.